നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 9-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചാർലി മാഗ്നൈൻ ചക്രവർത്തി ഒരു ക്രിസ്തീയ ദേവാലയം പണിതു കഴിഞ്ഞപ്പോൾ അതിൽ സ്ഥാപിക്കുന്നതിന് മനോഹരമായ ഒരു വലിയ പള്ളിമണി നിർമ്മിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ടാൻചോ എന്ന ശില്പിയെ അതിൻ്റെ നിർമ്മാണത്തിനായിട്ട് അദ്ദേഹം നിയമിച്ചു. ആ ശില്പി ആവശ്യപ്പെട്ടതനുസരിച്ച് ചെമ്പ്, വെള്ളി എന്നിവയെല്ലാം പള്ളിമണിയുടെ നിർമ്മാണത്തിന് വേണ്ടി രാജകീയ ഖജനാവിൽ നിന്നും നൽകി. എന്നാൽ പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ശില്പിയിൽ ദ്രവ്യാഗ്രഹമുണ്ടായി. അയാൾ ശുദ്ധമായ വെള്ളിക്ക് പകരം ഈയം ചേർത്ത വെള്ളി കൊണ്ട് പള്ളിമണി പൂർത്തീകരിച്ചു. പള്ളിമണി രാജാവിന് നൽകിയപ്പോൾ രാജാവ് ശില്പിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. താമസിയാതെ പള്ളിമണി ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചു. പുതിയ പള്ളിയുടെ പ്രവേശന ചടങ്ങ് നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോൾ പള്ളിമണി മുഴക്കുവാൻ ഏൽപ്പിച്ചിരുന്ന വ്യക്തിക്ക് മണിയിൽ നിന്നും ശബ്ദം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ പോയി. ഒടുവിൽ പള്ളിമണി നിർമ്മിച്ച ശില്പിയെ തന്നെ രാജാവ് ദേവാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. പള്ളിമണി മുഴക്കി കേൾപ്പിക്കുവാൻ അദ്ദേഹത്തോട് രാജാവ് ആജ്ഞാപിച്ചു. ഈയം കലർന്ന മണിയുടെ നാക്കുകൊണ്ട് അടിക്കുമ്പോൾ ചിലമ്പിച്ച സ്വരം കേൾക്കാതിരിക്കുവാൻ ശില്പി വളരെ ശക്തിയായി പള്ളിമണി ആഞ്ഞടിച്ചു. എന്നാൽ ആ കൃത്യത്തിൽ പള്ളിമണിയുടെ നാക്ക് അടർന്ന് നേരെ താഴേക്ക് പതിച്ചു. അത് വന്നു വീണത് ശില്പിയുടെ ശിരസിൽ തന്നെയായിരുന്നു. സ്വയം ചെയ്ത വഞ്ചനയുടെ ഫലമായി ശില്പി അവിടെ മരിച്ചു വീണു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ നിന്നും വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവനെ കൊയ്യുമെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ കാണുന്നു. ജഡത്തിന്റെ ഫലങ്ങൾ നാശം കൊയ്യുന്നത് തന്നെയാണ്. ഗലാത്യർ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളായ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും കൊയ്തെടുക്കുവാൻ കഴിവുള്ളവയാണ്. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ആകമാനമൊന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മിൽ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഉണർന്ന് പാപം വിതച്ചിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് നാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഏവർക്കും താഴ്മയായി അപേക്ഷിക്കാം. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെന്ന്, അപ്പാ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു, സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, എന്നോട് പൊറുക്കണമേ, എൻ്റെ തെറ്റുകൾ, എൻ്റെ കുറ്റങ്ങൾ, എന്നിൽ വന്നുപോയ കുറവുകൾ, അതിക്രമങ്ങൾ എല്ലാം അവിടുന്ന് ക്ഷമിച്ച് എന്നെ അവിടുത്തെ മാറോട് ചേർത്തണയ്ക്കണമേ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ, അവിടുത്തെ രക്തത്താൽ എന്നെ ഒരുക്കി തീർക്കണമേ എന്ന് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളെയും സകലവിധമായ തെറ്റുകുറ്റങ്ങളെയും അവിടുന്ന് ക്ഷമിച്ച് ഒരു പുതിയ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവിടുന്ന് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. ഈ വരുന്ന ആളുകളിൽ കർത്താവ് അതിനായി നിങ്ങളേവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ.